ഹലോ ഗായ്സ്, നമ്മളിന്ന് പുതിയൊരു മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് മൈൻക്രാഫ്റ്റ് തുടങ്ങാം. നമുക്കത് പുതിയൊരു വേൾഡ് എടുക്കാം. ക്രിയേറ്റ് ന്യൂ വേൾഡ്. നമുക്ക് ഇതിന് വൈറ്റി വേൾഡ് എന്നൊരു പേര് കൊടുക്കാം. വൈറ്റി വേൾഡ്. ഓക്കെ, ക്രിയേറ്റ്. ഓക്കെ, അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, പവറാക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗായ്സ്, ഇപ്പം നമ്മളൊരു മഞ്ഞ് പെയ്യുന്ന ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം കുറച്ച് മരം വെട്ടാം. മരം വെട്ടിയിട്ട് ആദ്യം കുറച്ച് വെപ്പൺസ് ഉണ്ടാക്കണം. മരം വെട്ടിയിട്ട് പിന്നെ നമുക്ക് ഒരു വീടുണ്ടാക്കണം. ഓക്കെ, നമുക്കൊരു ഇതുണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. നമുക്കിത് ആദ്യം ചെയ്ത് വെക്കണം. 28 ആയിട്ടുണ്ട്. ഒരു മൈൻക്രാഫ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. കുറച്ച് സ്റ്റിക്ക് വേണം. ഓക്കെ, ആദ്യം ഒരു ഫ്ലോർ ഉണ്ടാക്കണം. പിക്കാക്സ് വേണം. പിന്നെ ഒരു ഹൊയ് വേണം. പിന്നെ നമുക്ക് ഇനി എന്താ വേണ്ടേ, ഒരു ആക്സും കൂടെ എടുത്തേക്കാം. ഓക്കെ, അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിനി ഷീപ്പിനെ കണ്ടുപിടിക്കണം. ഗൈസ്, കോബിൾ സ്റ്റോൺ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ കിട്ടും. കോബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. നമുക്ക് വെപ്പൺസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാം. നമ്മുടെ ഇതെന്ത് ഗൈസ്, നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ കാണാതെ പോയിട്ടുണ്ട്. അയ്യോ, എന്തോ പറ്റി നമുക്ക്? A few moments later. രക്ഷപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന്. അതെന്തായിരുന്നു ഗൈസ്? എനിക്ക് തോന്നുന്നു നമ്മൾ മഞ്ഞ് വീണ് അങ്ങനെ ഉരുകി പോകാൻ തോന്നുന്നു. അതെനിക്ക് അറിയത്തില്ലായിരുന്നു ഗൈസ്. ഇതെന്തൊരു കിളി? കരിങ്കോഴി. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ കാണുന്നില്ല. അപ്പം നമുക്ക് കുറച്ച് തടിയങ്ങൾ വെട്ടിയെടുക്കാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പന്നിയെ കണ്ടോ ഗോയ്സ്? ഗോൾഡൻ പന്നി. നമുക്ക് ഇതിനെ നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഫുഡ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ആടിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ബ്ലാക്ക് ഫുഡാണ് കിട്ടിയത്. സോഡ്
ഇതാക്കാം. അയൺ സോഡ്, ആക്സ്, പിക്കാക്സ്. ഓക്കെ, ഇതൊന്ന് എടുക്കാം. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫുഡില്ല, ഇപ്പം നമ്മൾ കുറച്ച് ഫുഡ് കഴിക്കാം. ഓക്കെ, ഒരെണ്ണം കൂടെ കഴിച്ചേക്കാം. ഓക്കെ, ഇപ്പം തൽക്കാലത്തേക്കുള്ള ഫുഡായിട്ടുണ്ട്. നമ്മൾ അടുത്ത സാധനത്തിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അറ്റാക്ക് ചെയ്യുമോ? ഇല്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മളപ്പോൾ അതിനെ കൊന്നിട്ടുണ്ട്. നമുക്ക് പക്ഷെ ആടിനെ വേണം ഗൈസ്. ആട് നമുക്ക് വേണ്ടത്. ബ്ലാക്ക് കാർഡ് നമ്മൾ ഒരെണ്ണം കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 വൂള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു വൂളും കൂടെ വേണം. ഒരു വൂളും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബെഡ് ഉണ്ടാകും. കുഴപ്പമില്ലാത്ത ഒരു നല്ല സ്ഥലമാണ് നമുക്ക് അത്യാവശ്യം കിട്ടിയേക്ക്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇത് കാട്ടിലെ പശുവാണിത് ആണെന്ന് തോന്നുന്നു. ലെതറൊക്കെ കിട്ടുകയാണ് നമുക്ക്. അതുകൊണ്ട് ആർമർ ഉണ്ടാക്കണം. ഇതിപ്പോൾ വേണ്ട, നമുക്ക് പിന്നെ ഉണ്ടാക്കാം. ആദ്യം നമുക്കൊരു പശുവിനെയും കൂടെ കണ്ടുപിടിക്കണം. കുറുക്കം വേണ്ട. പക്ഷെ ഇവിടുന്ന് ഒരു ആടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ അപ്പുറത്തുനിന്നാണ് തോന്നുന്നു ആടിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. പന്നിയാണോ പറഞ്ഞാലല്ലോ? ഫുഡാണ് നമുക്ക് മുഖ്യം. അയ്യോ, അതിനകത്ത് മുള്ളുണ്ടായിരുന്നു ഗൈസ്, നമ്മളത് ശ്രദ്ധിച്ചില്ല. ഗൈസ്, നമ്മൾ വില്ലേജിലെത്തി. നമ്മളേതോ വില്ലേജിലെത്തിയിട്ടുണ്ട്. ഇവരുടെ സാധനങ്ങളൊക്കെ എടുക്കാം ഗൈസ്. നമുക്കൊരു ഫ്രീ ആയിട്ടൊരു ബെഡ് കിട്ടിയിട്ടുണ്ട്. അവന്മാർ കാണാതെ നമ്മൾ നൈസിന് ആ ബെഡ് അങ്ങ് എടുത്തിട്ടുണ്ട്. ഇതും കൂടെ അങ്ങ് എടുത്തേക്കാം, ആവശ്യം വരും. ഓക്കെ, നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു ബെഡും അവന്മാരുടെ ലാമ്പും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അവന്മാർ നമ്മളെ അറക്കും അല്ലേ? ട്രേഡ് ചെയ്യാനിപ്പോൾ ഒന്നുമില്ല. നമുക്ക് ഇവരുടെ ചെസ്റ്റിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ നോക്കാം. ഒന്നും നോക്കുന്നില്ല, നമ്മളെല്ലാം പെറുക്കി എടുക്കുവാണ്. ഒരു ഹെൽമെറ്റ് കിട്ടി, 2 ബ്രെഡ്, 3 ബ്രെഡ് കിട്ടി, ആപ്പിൾ എല്ലാം നമ്മൾ എടുക്കും. തൂത്തുവാരി എടുക്കാം. അച്ഛനെ ഒന്നും തോന്നല്ലേ ഗൈസ്, ഒരു സ്ലെൻഡർമാൻ തോന്നുന്നുണ്ട്. അതൊരു പോകുന്നുണ്ട്. നമ്മളൊന്നും നോക്കുന്നില്ല, അതൊരു തെറിക്കുവാണ്. വില്ലേജ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ 2 വീടേ ഞാൻ ഇവിടെ കണ്ടുള്ളല്ലോ. ഇവരുടെ എന്തുകൊണ്ട് ഇത്ര സാധനങ്ങൾ? പക്ഷെ നമ്മുടെ കയ്യിൽ ഇതില്ല. നമ്മളതുകൊണ്ട് ഇവിടുന്ന് പോകാം. നമുക്കിനി ഒരു വീടുണ്ടാക്കാം. തൽക്കാലം ഇന്നത്തെ ദിവസം നമ്മൾ വീടുണ്ടാക്കുന്നില്ല. ഇപ്പം രാത്രിയാകുമ്പോൾ നമുക്ക് ബെഡ് ഇട്ടങ്ങ് ഉറങ്ങാം. ഓക്കെ, ബെഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വീടുണ്ടാക്കുന്നില്ല, നമുക്ക് ബെഡ് ഇട്ടിട്ട് ഉറങ്ങാം. ഓക്കെ, ഇപ്പം നമ്മൾ ബെഡ് ഇടുന്നു, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബെഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം. ഒരു നേരെ പരന്നിരിക്കുന്ന സ്ഥലം വേണം. നമ്മളിപ്പം നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം ഗൈസ്. ഈ
സ്ഥലം അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഈ മരമൊക്കെ അങ്ങ് വെട്ടാം. മരം വെട്ടാം. അതിന് കുറച്ച് ഓക്കെ, ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഈ സ്ഥലമാണ്, വേറെ സ്ഥലം നോക്കണോ? നമുക്കൊന്ന് മണ്ടയ്ക്കൂടെ ഒന്ന് കയറി നോക്കാം. വെള്ളച്ചാട്ടം ഇത് കുറച്ചെടുത്തേക്കാം. കാരണം നമുക്ക് വീടുണ്ടാക്കാൻ നേരത്ത് ഗ്ലാസ് വേണം. ഗ്ലാസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ സാൻഡ് ആവശ്യം വരും. ഓക്കെ, നമുക്ക് ഈ കോബിൾ സ്റ്റോൺ ഉള്ളിടത്തൊട്ട് വീട് വെച്ചാലോ? ഇവിടെ കുറെ കോബിൾ സ്റ്റോൺ ഉണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ വീട് വെക്കണോ അതോ വേറെ താഴെ വീട് വെക്കണോ? ഗൈസ് നമുക്ക് കുറച്ച് കോളാന്ന് തോന്നുന്നത്. അതെ ഗൈസ്, കോള് കിട്ടിയിട്ടുണ്ട്. എനിക്ക് പിക്കാക്സ് വാങ്ങിച്ചാൽ. ഓക്കെ ഗൈസ്, കോളാണത്. നമുക്ക്, ഞാൻ പറയട്ടെ, നമുക്കിതിലൊരു ഹോള് പോലെ ഉണ്ടാക്കിയിട്ടൊരു വീടുണ്ടാക്കിയാലോ? അതെങ്ങനെ ഉണ്ടാവും? നമുക്ക് തൽക്കാലത്തിൽ ഇപ്പൊക്കെ അങ്ങനെ ഉണ്ടാക്കാം. ഒരു ഹോളായിട്ടുണ്ടാക്കാം. നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് നമുക്ക് നല്ലൊരു വീടുണ്ടാക്കാം. ഇത്ര സ്ഥലങ്ങൾ വെട്ടിയെടുത്തിട്ടുണ്ട്. പേടിച്ചു ഗൈസ്, ഞാൻ വെച്ച് സോംബി പുറകിൽ വന്ന് നിൽക്കുന്നു. നമ്മൾ തൽക്കാലത്തേക്ക് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വെക്കാം. ബെഡ് എടുക്കാം. ബെഡും കൂടി ഇവിടെ വെച്ചേക്കാം. ഇത് ഇവിടെ വെക്കാം. ബെഡും കൂടെ വെക്കാം. ഓക്കെ, തൽക്കാലത്തേക്ക് നമ്മൾ ചെറിയൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കണം. നമുക്കൊരു കഥക് ഉണ്ടാക്കണം. കഥക് ഉണ്ടാക്കാനായിട്ട് ഇത് നോക്കണം. വുഡ്, അയ്യോ വുഡില്ലേ? നമുക്ക് വുഡ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, വുഡ് എടുത്തിട്ടുണ്ട്. ഇതായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സെറ്റ്. ഓക്കെ, നമ്മൾ ഇത്ര സെറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ നമുക്ക് ഇതിൻ്റെ വീതി കിട്ടും. തൽക്കാലത്തേക്കൊരു ജസ്റ്റ് ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്. ഇതല്ല, നമ്മളിത് നല്ലൊരു വീടുണ്ടാക്കും. പക്ഷേ ഇതിപ്പോൾ ചുമ്മാ ജസ്റ്റ് നമുക്ക് സോംബിയിൽ നിന്ന് രക്ഷപ്പെടാനും കിടക്കാനും വേണ്ടി ഒരു വീട് ജസ്റ്റ് അത്ര ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിൻ്റെ അടുത്ത പാർട്ട് ഉടനെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.